Hi everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Cost Accounting or Strategic Cost Accounting എന്ന സബ്ജക്റ്റിത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്ക് ഇതിൽ ആകെ വന്നിട്ട് 8 ചാപ്റ്റർ ആയിട്ട് വരികയാണ്. സോ 5 മൊഡ്യൂൾ. സോ ഇതിന്റെ എല്ലാ മൊഡ്യൂളിന്റെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റിൽ എല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾ അത് പോയി കാണാം. ഓക്കെ, ദെൻ ഈ ഓരോ ചാപ്റ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം. സോ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് നിങ്ങൾ നോക്കേണ്ടത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ അതിന്റെ സ്കോപ്പ് നോക്കുക, ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ദെൻ അതിന് ശേഷം ഇതിൽ നോക്കേണ്ടത് അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ അതിന് ശേഷം സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതിന് ശേഷം നോക്കേണ്ടത് ഇതിന്റെ സ്റ്റെപ്സ് ആണ്, പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ ദി ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ഇതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്താന്നുള്ളത് നോക്കുക. ദെൻ അതിനുശേഷം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇത് നിങ്ങൾ ആദ്യം തൊട്ടേ പഠിക്കുന്നതാണല്ലോ. സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കേണ്ടതായിട്ട്. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റേഴ്സ് നോക്കുക. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് 2 വെയിറ്റേജിന് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വെയിറ്റേജിന് വരാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോസ്റ്റിൽ ബാച്ച് കോസ്റ്റ് എന്താണ്, പ്രോസസ് കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, അങ്ങനെ കുറെ കോസ്റ്റ് പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതിനുശേഷം ഫിക്സഡ് കോസ്റ്റ് അതിന്റെ ടൈപ്സ് വരുന്നുണ്ട്. അതിൽ ഡിസ്ക്രിയേഷനറി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ കപ്പാസിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ആണ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിൽ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുക, ദെൻ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ദെൻ ഇതിന്റെ പ്രോബ്ലംസ് ആണ് അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിന്, അതേപോലെ തന്നെ നോർമൽ ലോസ്, നോർമൽ ഗെയിൻ. ഇത് വന്നാൽ എങ്ങനെയാ പ്രോബ്ലം ചെയ്യണ്ടേ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ദെൻ അതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് ഇതില് ദെൻ വരുന്നത് ഇക്വലന്റ് പ്രൊഡക്ഷൻ ആണ്. ഇക്വലന്റ് പ്രൊഡക്ഷനിൽ വരുന്ന അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും അതിൽ വരുന്ന പ്രോബ്ലം ഒന്ന് നോക്കിയിട്ട് പോകുക. ദെൻ അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വരുന്നത് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. അതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് പോകുക. ഓക്കെ, ഇന്റർ പ്രോസസ് പ്രോഫിറ്റിന്റെ. ദെൻ അതിന് ശേഷം ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആണ്. ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദെൻ അതിന് ശേഷം മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻ ഓഫ് ജോയിന്റ് കോസ്റ്റ് എന്നുള്ളതാണ്. അത് ഓരോ മെത്തേഡ്സും എന്താണെന്ന് നോക്കുക. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം നോക്കിയിട്ട് പോകും. ഓക്കെ, നിങ്ങളുടെ ടൈം അനുസരിച്ച് നോക്കുക. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്നത് മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ള തിയറി നോക്കുക. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് പ്രോസസ് കോസ്റ്റിംഗിൽ വരുന്നത്. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗിൽ നിങ്ങൾക്ക് 2 വെയിറ്റേജ്, 3 വെയിറ്റേജ് ആസ് വെൽ ആസ് 5 വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ നോക്കിയിട്ട് പോകുക ചാപ്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രോപുട്ട് അക്കൗണ്ടിംഗ് ആണ്. അതിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, അതിന്റെ ലിമിറ്റേഷൻസ് നോക്കുക. ദെൻ അതിന് ശേഷം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ദെൻ ത്രോപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, അതിന്റെ മീനിങ്, ഡെഫിനേഷൻ കാര്യങ്ങൾ നോക്കുക. ദെൻ അതിന് ശേഷം ഇതിൽ നോക്കേണ്ടത് ത്രോപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതിന് ശേഷം ത്രോപുട്ട് അക്കൗണ്ടിങ്ങും ദെൻ അതിന് ശേഷം സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രോപുട്ട് അക്കൗണ്ടിംഗ്, ദെൻ പ്രോബ്ലംസ് ഇൻ ത്രോപുട്ട് അക്കൗണ്ടിംഗ് നോക്കിയാൽ ദെൻ അതിന് ശേഷം വരുന്നതാണ് ത്രോപുട്ട് അക്കൗണ്ടിംഗ് ആൻഡ് കോൺട്രിബ്യൂഷൻ അപ്രോച്ച്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ത്രോപുട്ട് അക്കൗണ്ടിംഗ് ഇത് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗും ത്രോപുട്ട് കോസ്റ്റിംഗും ആ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ആ പ്രോബ്ലം നോക്കിയിട്ട് പോവുക. ഓക്കെ, ആ പ്രോബ്ലം വിട്ടിട്ട് പോരുത്. ഇതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. ദെൻ അതിന് ശേഷം നിങ്ങളിത് നോക്കേണ്ടത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ABC സിസ്റ്റം, അതെന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ അതിന് ശേഷം ഇതിൽ വരുന്നത് അതിന്റെ പ്രോബ്ലം ആണ്. അതിന്റെ പ്രോബ്ലം നോക്കുക, ABCയുടെ പ്രോബ്ലംസ് നോക്കുക. ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗും ദെൻ അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗും അതിൽ വരുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരില്ലേ, ആ സംഭവം നോക്കിയിട്ട് പോവുക. ദെൻ അതിന് ശേഷം ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കുക. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദെൻ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് പോകുക. ഓക്കെ, ABM, ABC, ABB ഇതിന്റെ ഡിഫറൻസസ് നോക്കിയിട്ട് പോവുക. അപ്പൊ ഇത്രയാണ്
ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നുള്ളത്. സോ ട്രാൻസ്ഫർ പ്രൈസിംഗിൽ നിങ്ങൾ നോക്കുന്നത് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, അതിന്റെ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിംഗ് നോക്കുക. ഓക്കെ, മെത്തേഡ്സ് കുറെ മെത്തേഡ്സ് പറയുന്നുണ്ട്, ആ മെത്തേഡ്സ് നോക്കുക. ദെൻ ഇതിന്റെ പ്രോബ്ലം നോക്കുമ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ആ പ്രോബ്ലം നോക്കിയിട്ട് പോവുക. ദെൻ അതിനുശേഷം കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്, നിങ്ങളുടെ ടൈം അനുസരിച്ച് അത് നിങ്ങളൊന്ന് നോക്കാനായിട്ട് ശ്രമിച്ചിട്ട് പോകുക. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിംഗിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ആദ്യത്തെ ഓരോ അക്കൗണ്ടിങ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്താണ്, ഒബ്സിലൻസസ് എന്താണ്, വേസ്റ്റേജസ് എന്താണ്, സ്ക്രാപ്പ് എന്താണ്, ദെൻ അതേപോലെ തന്നെ വേസ്റ്റേജും സ്ക്രാപ്പും തമ്മിലുള്ള ഡിഫറൻസ്, സ്ക്രാപ്പും സ്പോയിലേജും തമ്മിലുള്ള ഡിഫറൻസ്, ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത്. 2 വെയിറ്റേജ് ഏകദേശം വരുന്ന പോലെ നോക്കിയിട്ട് പോകും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇതിൽ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസും അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കോസ്റ്റ്, അതേപോലെ തന്നെ പെർഫോമൻസ് കോസ്റ്റിംഗ്, ഇത് വന്നിട്ട് നിങ്ങൾക്ക് 5 വെയിറ്റേജിന് പെർഫോമൻസ് കോസ്റ്റിംഗ് എക്സ്പ്ലൈൻ എന്നും ചോദിക്കുക, അല്ലെങ്കിൽ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എക്സ്പ്ലൈൻ ചോദിക്കുക. അപ്പൊ നിങ്ങൾ അതിൽ എന്താ എഴുതേണ്ടത്, മെയിൻ ആയിട്ടുള്ള ആ കാര്യങ്ങളില്ലേ അതാണ് നിങ്ങൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അതേപോലെ വരുന്നതാണ് എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ച്. ഉള്ളിലും ചോദിക്കുക, അല്ലാതെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ മൊത്തം ആ പേര് തന്നിട്ട് തന്നെ എന്താണെന്നുള്ളത് ചോദിക്കുക. ഓക്കെ, അത് നോക്കിയിട്ട് പോകുക. അപ്പൊ എമർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ചസിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ആൻഡ് പ്രൊഡക്ടിവിറ്റി നോക്കുക. ദെൻ ഫാക്ടർ ഓവറോൾ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ അതിന് ശേഷം ഇതിൽ നോക്കേണ്ടത് ബെനിഫിറ്റ്സ് നോക്കുക. പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ പാരിറ്റോ അനാലിസിസ്. ഓക്കെ, പാരിറ്റോ അനാലിസിസ്, അതിന്റെ സ്റ്റെപ്സ്, അതിന്റെ യൂസ്ഫുൾനെസ്, അതിന്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസും കാര്യങ്ങളും നോക്കുക. ദെൻ അതിന് ശേഷം വരുന്നത് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ സ്റ്റെപ്സ്. ദെൻ അതിന് ശേഷം അതിന്റെ മെത്തഡോളജീസ് വരുന്നുണ്ട്, അതും നോക്കുക. ദെൻ അതിന് ശേഷം ഇതിൽ വരുന്നതാണ് JIT, ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്, അത് എന്താണെന്നുള്ളത് നോക്കുക. അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, സ്റ്റെപ്സ് നോക്കുക. ദെൻ അതിന് ശേഷം ഇതിൽ വരുന്നത് ലീൻ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ 7 വേസ്റ്റേജ് ഓഫ് ലീൻ മാനുഫാക്ചറിംഗ് നോക്കിയിട്ട് പോകുക. ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ഫേസസ് നോക്കുക. ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, അതിന്റെ സ്റ്റെപ്സ് നോക്കുക. ദെൻ അതിന് ശേഷം നിങ്ങളതിൽ നോക്കേണ്ടത് കേസ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ടൂൾസ് നോക്കുക, അതിന്റെ ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് നോക്കുക. ദെൻ അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കുക. ദെൻ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, ടാർഗറ്റ് കോസ്റ്റിംഗത്തെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. ദെൻ ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ അതിന്റെ കണ്ടീഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സോ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോകുക. ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, സോ അതെന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നോക്കിയിട്ട് പോകുക. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജിന് വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ വന്നിട്ട് പ്രോബ്ലം വരും, മറ്റേ ഇൻകം സ്റ്റേറ്റ്മെന്റ്, അത് നോക്കിയിട്ട് പോകുക. ഓക്കെ, സോ ഒന്നും വിട്ടിട്ട് പോരാ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. Thanks for watching.